ഹായ്. എന്തായാലും എൻ്റെ മുറി ഇതാണ്. എൻ്റെ മുറി, എൻ്റെ റൂം. ഈ മുറിയിൽ ഒരു കട്ടിലൂടെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എൻ്റെ സാധനങ്ങൾ പെട്ടിയും അത് വാങ്ങിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ കുറെ തുണി വാരിയിടും. സാറൊക്കെ വന്നോണ്ട് ഞാൻ അടുത്ത് ഒതുക്കി വെച്ചു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് പക്ഷെ ഞാനും ഒരു നല്ല കാറ് വേണം. അത് ഞാൻ എപ്പോഴും സഞ്ചരിക്കുന്നതാണ്. മറ്റു പലർക്കും വേണ്ടി ഓരോന്ന് ഓടാനും ഒക്കെ ആയിട്ട് വണ്ടി ഒരു നല്ല ക്വാളിറ്റി വേണം. ജീവിക്കാൻ എൻ്റെ വീട് ഒരുവിധം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ മാറ്റമൊന്നുമില്ല. പിന്നെ എറണാകുളത്ത് എനിക്ക് ഒരുവിധം താമസിക്കാൻ നല്ലൊരു സെറ്റിൽമെന്റ് വേണം, നല്ല വരുമാനം വരും. അപ്പോൾ വില്ലിലോട്ടോ അല്ലെങ്കിൽ ഫ്ലാറ്റിലോട്ടോ എറണാകുളത്ത് മാറാൻ പറ്റാത്തതുകൊണ്ടല്ല, പക്ഷെ അതിന് അത്രയും നല്ല രീതിയിലുള്ള സോഴ്സ് ഓഫ് ഇൻകം വന്നു തുടങ്ങിയാലേ. കാരണം എനിക്ക് വരുന്നുണ്ട് ഇപ്പം കോളേജ് ശമ്പളം, പിന്നെ പെൻഷൻ ജീവിക്കാനുണ്ട്, ചെറിയൊരു എമൗണ്ടാണ്. പക്ഷെ കൂടുതൽ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിൽ നമ്മളൊന്ന് ക്ലിക്കായി കഴിഞ്ഞാലുണ്ടല്ലോ, അതിൽ നിന്ന് വരുന്ന വരുമാനത്തിൽ ബഹുഭൂരിപക്ഷം എന്നെ കാത്തിരിക്കുന്ന വൃദ്ധസദനങ്ങളും ഡയാലിസിസ് പേഷ്യൻസും പഠിക്കാൻ മിടുക്കരായ കുട്ടികളും അതൊക്കെ അറിയാമല്ലോ. ഞാൻ കുറെ ചാരിറ്റി ചെയ്യുന്ന വിധം അറിഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ലൈഫ് സ്റ്റൈല് കുറച്ചൊന്ന് കുറയ്ക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് അതേ പറ്റത്തുള്ളൂ. നല്ല എമൗണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് കൂട്ടാം. പക്ഷെ ഇപ്പൊ നമുക്ക് പിടിച്ചു ഒരു അനൗൺസ്മെന്റ് കൂടെ നടത്താം. ഞാൻ ഇപ്പൊ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് +1 അഡ്മിഷൻ ആവുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ബിഗ് ബോസിന്റെ സീസൺ 5 പോയല്ലോ. അതിൽ നിന്ന് എനിക്ക് ഒരു എമൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ആ എമൗണ്ടിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഞാൻ ചെയ്യാൻ പോകുന്നത് മിക്കവാറും +1 പഠിക്കാൻ കയറുന്ന 100 പഠിക്കാൻ മിടുക്കരായ സാമ്പത്തികമായി ബാക്കിലേക്ക് നിൽക്കുന്ന കുട്ടികൾക്ക് +1 പഠനോപകരണങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വാങ്ങാൻ 1000 രൂപ വെച്ച് 1 ലക്ഷം രൂപ ഞാൻ അനൗൺസ് ചെയ്യാൻ പോവാണ്. വേറെ വരില്ല, ഞാൻ ചെലവാക്കി. ഞാൻ പണി എടുക്കുന്നത് അതിന് വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അഭിനയിച്ച സിനിമകൾ വരുമ്പോൾ ആരെങ്കിലും അതൊക്കെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ആരെങ്കിലും കാണാൻ പോയാൽ അവർ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ ആ ടിക്കറ്റിന് എനിക്ക് കിട്ടുന്ന എമൗണ്ടിൽ ഒരു വലിയ എമൗണ്ടും അർഹരായിട്ടുള്ള സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക്, രോഗികൾക്കും വൃദ്ധസദനങ്ങൾക്കൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇതാണല്ലോ ഞങ്ങൾക്ക് സാറിനോടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് സാറിനോടുള്ള ഇഷ്ടവും. തീർച്ചയായും. കാരണം എനിക്ക് കൊടുക്കാൻ ഭാര്യയോ മക്കളോ കുടുംബമോ ഒന്നുമില്ല. അപ്പം എനിക്ക് എന്റെ ജീവിതത്തിന് വേണ്ടി കുറച്ച് കാര്യം ഒതുക്കി വെച്ചുകൊണ്ട് ബാക്കി എന്ന് പറയുന്നത് സർവീസിനായിട്ട് തന്നെ. വിവാഹിതനായിട്ട് കാണാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. എന്തായാലും അടുത്ത കാലത്തൊന്നും പറ്റൂല. വിവാഹം എന്തായാലും ഉണ്ടാവില്ല. കാരണം എനിക്ക് ജാതകത്തിൽ വിവാഹം, താലിഭാഗ്യം എന്ന് പറയുന്നത് ഇല്ല. ലിവിങ് ടുഗദർ അല്ല. കുറെ കഴിയുമ്പോഴത്തേക്ക് കൂടെ ആരെങ്കിലും ഒരു ഹെൽപ്പ് വേണം. അപ്പൊ നമുക്ക് അഭിപ്രായമായി വരുമ്പോഴുള്ള ഒരു ചോദിക്കട്ടെ, നല്ല പ്രായത്തിൽ ചെറുപ്പത്തിൽ നമുക്ക് ലിവിങ് ടുഗദറോ കൂടെ ആൾ വേണമെന്നോ തോന്നിയിട്ടില്ല. പിന്നെയുള്ള ഈ പ്രായത്തില് ഇനിയിപ്പൊ ലിവിങ് ടുഗദറിൽ ഞാൻ പോയെടുത്തിട്ട് എന്ത് കളയ്ക്കാന് ആലോചിച്ചു നോക്ക്. അപ്പൊ നാപ്പാറില്ല. പക്ഷെ നമുക്കിപ്പോ വീട്ടിൽ ആഹാരം വെച്ചാൽ നമ്മുടെ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വയ്ക്കാനും ഒരു കെയർ വയ്ക്കാനും ഒക്കെ ആയിട്ട് ഒരു കാര്യം ഉറപ്പാണ്. പക്ഷെ ഒരു സ്ത്രീ, നല്ലൊരു സ്ത്രീ ഒരു പുരുഷനോടൊപ്പം ഉണ്ടെങ്കിൽ പുരുഷൻ എപ്പോഴും, കുടുംബമല്ല, പുരുഷൻ ഒരു ഭയങ്കര എപ്പോഴും എനർജറ്റിക് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇനി അതില്ല തിരിച്ച് നല്ലൊരു പുരുഷൻ സ്ത്രീയോടൊപ്പം ഉണ്ടെങ്കിലും അവരും എനർജറ്റിക് ആയിരിക്കും. എന്നോടൊപ്പം പടച്ചവനും പരിശുദ്ധാത്മാവും പരബ്രഹ്മവും എല്ലാവരും ഉള്ളത് കൊണ്ട്
ഇത് മെക്കയിലും മദീനയിലും പോകാൻ അതിൻ്റെ കൊണ്ട് അത് കൊന്ത, പക്ഷെ അത് കഴുത്തിയിടാൻ കയറൂല എൻ്റെ തലയിൽ കൂടെ. അതുകൊണ്ട് അപ്പം ഇതിനകത്ത് എല്ലാ കഥാപാത്രങ്ങളും ഉണ്ട്. ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശരീരത്തിന് ഓവറോൾ മാക്സിമം കൺട്രോളിലെത്തി ദൈവത്തിലേക്കുള്ള ഒരു വഴിയിലും ബ്ലോക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രം. അല്ലാതെ ലൗകികതയും സെക്സും ഭയങ്കരമായ അമിത പ്രഭാവമൊന്നും ഇഷ്ടമല്ലാത്തതല്ല. ഇവിടെ നോക്കിയാൽ എൻ്റെ പുസ്തകങ്ങൾ കണ്ടില്ലേ, നോക്കി ബൈബിള്, ഖുർആനുണ്ട്, ഭാഗവതം ഇരിക്കുന്നു, ഇതൊക്കെയുണ്ട്, ഉണ്ടോ? സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഞാൻ സാറിന് എൻ്റെ പുസ്തകങ്ങൾ തന്നിട്ടില്ലേ? എന്നാൽ സാറിന് ഞാൻ ഒരു പുസ്തകം, അതിന്റെ പുതിയ എഡിഷൻ ആയിട്ടുള്ള പുസ്തകം കൂടെ തരുന്നു. ഭഗവത്ഗീത, ഖുർആൻ, ബൈബിൾ. എപ്പോഴും എന്റെ മേശപ്പുറത്ത് കാണും, അത് വായിക്കുന്നു. ഇതിനെ കുറിച്ചുള്ള സാറിന്റെ ഗവേഷണമാണ്. എന്റെ ഗവേഷണവും ഞാൻ കണ്ടെത്തി എടുത്ത വചനങ്ങളും അതിൻ്റെതായ എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള സംഭവമാണ്. കേരളീയം ചാനലിൽ ഐശ്വര്യങ്ങൾ വർദ്ധിക്കാൻ സാറിന്, സാർ യഥാർത്ഥത്തിൽ എന്നെ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്ത് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കുകയായിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എന്നാൽ പോലും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. പുതിയ കുട്ടികൾ വരുമ്പോൾ അവർക്ക് കിട്ടുമല്ലോ. സാറ് കൊണ്ടുവന്ന മാങ്ങയും തേങ്ങയൊന്നും കിട്ടിയില്ല. ഇരിക്കട്ടെ, വണ്ടിയിലാണ് ഇരിക്കുന്നത്, കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ ബിഗ് ബോസിൽ പോയിട്ട് ഇന്നലെ വന്ന പെട്ടികളെ കാണിച്ചത് ഇതായിരിക്കുന്നു. ഈ പെട്ടിയുമായി ഞാൻ വന്നതേ ഉള്ളൂ. പെട്ടി തുറന്ന പല സാധനങ്ങളും പുറത്തേക്ക് എടുത്തിട്ടില്ല. ഈ പെട്ടിക്കകത്ത് സാധനങ്ങളൊക്കെ ഇതിലാണ് ഇന്നലെ പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പൊ ഇതാണ് എന്റെ മുറി. ഇതോ എന്റെ അമ്മയെ കണ്ടില്ലല്ലോ. എന്റെ അമ്മയെ കണ്ട ഞാൻ പോയി മറ്റേ നോക്കാം. എന്റെ അമ്മ ഇത് ഒരു സിനിമാ സംവിധായികയായ അവിടെ എറണാകുളത്തുള്ള ഒരു സിസ്റ്റർ എനിക്ക് വരച്ചു തന്ന ഗിഫ്റ്റാണ്. അതിൻ്റെ ഇപ്പുറത്തെ എൻ്റെ പഴയ രൂപം, എൻ്റെ ചെറുപ്പം 30ാമത്തെ വയസ്സിൽ തുടങ്ങിയ രൂപം. ഒരു 10-15 വർഷക്കാലം ആ രൂപത്തിലായിരുന്നു ഞാൻ സഞ്ചരിച്ചിരുന്നത്. അങ്ങനെ അങ്ങ് വരുന്നു. അപ്പോൾ വളരെ സന്തോഷം കേരളീയം ചാനൽ വന്നതിലും ഇത്രയും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിലും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ ഞാൻ വോയിസ് റെസ്റ്റാണ്. അപ്പോൾ അത് 2 മാസം റെസ്റ്റ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. ഞാൻ പക്ഷെ മിണ്ടായിരിക്കില്ല. എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടവരുടെ മുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കലാണ് എൻ്റെ ഒരു പ്രത്യേക ശീലം. അപ്പോൾ എന്തായാലും താങ്ക് യു, ലവ് യു. എൻ്റെ സിനിമകൾ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എല്ലാവരും കുടുംബത്തോടെ ആദ്യ ദിവസം തന്നെ, ഇപ്പോഴത്തെ സിനിമ പ്രതിസന്ധി സിനിമാ തിയേറ്ററിൽ ആളിനെ എത്തിക്കുക എന്നുള്ളതാണ്. ആദ്യ ദിവസം തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് എൻ്റെ സിനിമ കാണണം. ആ സമ്പത്ത് മുഴുവൻ എനിക്ക് ജീവിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കഴിവുള്ളവർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ബഹുഭൂരി. ഇപ്പോൾ പത്മശ്രീ MA യൂസഫ് അലി സാറിനൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ ഉണ്ടാക്കുന്ന സമ്പത്തിൻ്റെ വലിയൊരു വിഹിതവും സമൂഹത്തിലേക്ക് ചാരിറ്റി ചെയ്യുന്നു. അപ്പം എനിക്കും ചാരിറ്റി, സാമൂഹ്യ സേവനം തന്നു ഭയങ്കര ഇഷ്ടമാണ്. നാടൻ മാങ്ങ, നാടൻ മാങ്ങ, മണമെന്നറിയാം. നാട്ടുമാങ്ങ എന്ന് പറയുന്ന സാധനം. അയ്യോ, ഞങ്ങള് പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഞാനിവിടെ താഴെയുള്ള വീട്ടിലെ മാവിന്റെ ടീച്ചറിനോട് പ്രത്യേകം നന്ദി പറയുക. അവിടെ പോയി മാങ്ങ പറക്കാനായിട്ട് പോയി നിൽക്കും. കാരണം വീട്ടിൽ അങ്ങനെയൊന്നും സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പറക്കിയും ഒരുപാട് ചന്തകളിൽ പല മുളകും സാധനങ്ങളും. ബിഗ് ബോസ് കഴിഞ്ഞ് 2ാം ദിവസം റേഷൻ കടയിൽ ചെന്നപ്പോൾ സഞ്ചി എടുത്തൊരു റേഷൻ കടയിൽ ചെന്നു സാറ്. എന്റെ വീട്ടിലെ മണ്ണെണ്ണയും റേഷൻ കാർഡ് കൊണ്ടുപോയിട്ട് എന്റെ ഫിംഗർ പ്രിന്റ് കൊടുത്ത്, എന്റെ ഫിംഗർ പ്രിന്റ് കൊടുത്താലേ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടും. ഈ സാധനം ആണ്. ഫിംഗർ പ്രിന്റ് ഇല്ല, ഉണ്ടില്ലേ? ആര് പറഞ്ഞു? ഫിംഗർ പ്രിന്റ് ഉണ്ട്, ചോദിച്ചു നോക്കിയാൽ മതി. 2 വർഷം മുമ്പല്ലേ? 2 വർഷം മുമ്പൊക്കെ ഫിംഗർ പ്രിന്റ് ഒക്കെ വന്നു. അപ്പൊ മണ്ണെണ്ണ പോയി വാങ്ങിക്കണം, അരി വാങ്ങിക്കണം, ഗോതമ്പ് വാങ്ങിക്കണം, പഞ്ചസാര കിട്ടൂല, കടയിൽ വാങ്ങിക്കും. പിന്നെ റേഷൻ വേണ്ടെന്നല്ല, റേഷനും ഇരിക്കണം. കാരണം പാവങ്ങളെ അറിഞ്ഞ് നമ്മൾ കോമൺ ആയിട്ടൊരു ഹ്യൂമാനിറ്റി ഉള്ള നല്ല ഹ്യൂമൻ ബീയിങ് ആവുക എന്നുള്ളത്. ആദ്യമൊക്കെ പലരും എന്നെ തെറ്റിദ്ധരിച്ചു, ഞാൻ ഫേക്കാണ്, മൂടുപടമാണ്. ഈ മൂടുപടം ഇട്ടൊക്കെ എത്ര നാൾ ജീവിക്കും സാറേ? കാരണം നമുക്ക് എല്ലാവരും എത്ര നാൾ പറ്റിക്കാൻ പറ്റും? കുറച്ച് പേരെ കുറച്ച് നാൾ പറ്റിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മലയാളി സഹോദരങ്ങളെ, ഞാനൊരു നെല്ലിക്ക പോലെയാണ്. സ്ട്രോങ് ആയിട്ട് പറയുന്ന എൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ്, ആരും വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും പറഞ്ഞത് സത്യമാണെന്ന്. അല്ലെങ്കിൽ ചെല്ല് പറയുന്നത് സ്യൂഡോ സയൻസ് ഒന്നുമല്ല, പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പം ഞാൻ കോളേജൊക്കെ വിട്ടു, ട്യൂഷൻ വിട്ടു, പഠിപ്പിക്കൽ പതിയാക്കി. സിനിമ, സീരിയൽ മേഖലകളിലും ചാരിറ്റി, സാമൂഹ്യ പ്രവർത്തനം, ഇതാണ് മെയിൻ. അത് എനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി മാക്സിമം ചെയ്യുക എന്നുള്ളതാണ്. എന്നെ ലോകത്തിലെ ധാരാളം ജനങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്ന് പറഞ്ഞ് ആ ലഹരിയിൽ ചുമ്മാ ഇരുന്നാൽ പോരാ, ഇനി കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കി, കൂടുതൽ കാശ് ഉണ്ടാക്കി, കൂടുതൽ പേരെ സഹായിക്കുക, ഇതാണ്. അല്ലാതെ സിനിമയിൽ ചെയ്ത് എനിക്ക് പ്രശസ്തി കഴിഞ്ഞാൽ ബിഗ് ബോസിലൂടെ തന്നെ ലോകം മുഴുവൻ എന്നെ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് ഫെയിമിന് വേണ്ടി സിനിമയുടെ പോകേണ്ട ആവശ്യമില്ല, പക്ഷെ സമ്പത്തിന് വേണ്ടി സിനിമയിൽ പോകണം. അല്ലാതെ എനിക്കിനി വേറെ ബിസിനസ് ഒന്നും നടത്താൻ വഴിയില്ല.
അപ്പോൾ ആ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സമ്പത്ത് കിട്ടും. സമ്പത്ത് കൂടുതൽ കിട്ടിയാൽ കൂടുതൽ വൃദ്ധസദനങ്ങളെയും എനിക്ക് 50 ലക്ഷം ഈ ബിഗ് ബോസിൻ്റെ 50 ലക്ഷം എനിക്ക് കിട്ടിയത് ഞാൻ പ്ലാൻ ചെയ്തിരുന്നൊരു കാര്യം കൂടെ ഉണ്ട്. അത് ഞാൻ 15 ലക്ഷം ടാക്സിൽ പോകും. ബാക്കിയുള്ള എമൗണ്ടിൽ ഈ കേരളത്തിലെ 1400 +1 കുട്ടികൾക്ക് പഠനോപകരണം വാങ്ങിക്കാൻ 1000 രൂപ വെച്ച് എത്ര രൂപയായി? 14 ലക്ഷം രൂപ. കേരളത്തിലെ 140 വൃദ്ധസദനങ്ങളിൽ ഒരാഴ്ചത്തേക്ക് അരി വാങ്ങിക്കാൻ 5000 രൂപ വെച്ച് എത്രയായി? 7 ലക്ഷം രൂപ. 21 ലക്ഷം രൂപ അപ്പോഴേ മാറും. ബാക്കി വരുന്നതിൽ ഒരു ബഹുഭൂരിപക്ഷവും കിഡ്നി ഡയാലിസിസ് പേഷ്യൻറ്റ്. കിഡ്നി ഇല്ലാതെ എങ്ങനെ ജീവിക്കുന്നതാണ്? പലരും കിടന്ന് നരയുകയും ആ ഡയാലിസിസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ യൂട്യൂബ് പോലും ഞാൻ ബിസിനസ്സിന് വേണ്ടി മാർക്കറ്റ് ചെയ്യുന്നില്ല. സാർ നോക്കിയാണ്, ഞാൻ ഫ്രീക്വൻ്റായിട്ട് വല്ല വീഡിയോ ഇടുന്നുണ്ടോ? എനിക്ക് ഇതൊക്കെ തന്നെ എന്നെ വെച്ച് തന്നെ എനിക്ക് എന്തുമാത്രം വീഡിയോ ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കാം. ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ ഐ ലവ് യു, താങ്ക് യു. ഞാനിവിടെ തന്നെ ഉണ്ട്. കുറെ പേര് പറഞ്ഞു കാണാനില്ല. സാറിന്റെ കൊട്ടാരം കൂടി ഞങ്ങൾ കണ്ടു. 5 സ്റ്റാർ ഹോട്ടൽ. 8 സ്റ്റാർ ഹോട്ടൽ. താങ്ക് യു. ഇതാണ് എനിക്ക് തലവണ ഭയങ്കര വീക്ക്നെസ് ആണ്. അതുകൊണ്ട് ഒരു 3-4 തലവണ എപ്പോഴും ഉണ്ടാവും. ഒരു ബലത്തിന് മോളിലെൻ്റെ അമ്മ. സാറിന്റെ മരുന്നുകൾ